ഹലോ. പാതിരാത്രി ആയിട്ട് ദേ അമ്മ ചക്കയായിട്ടുള്ള മൽപ്പിടുത്തത്തിലാട്ടാ. വേറെ ഒന്നല്ല, നാളെ കാലത്ത് നമുക്ക് ചക്ക കൂട്ടാൻ വെക്കാമെന്ന് പറഞ്ഞിട്ട് ചക്ക അരിഞ്ഞ് വെക്കാൻ പോവാണ് കേട്ടാ. ഇത് ദേ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി കൊടുത്തതാട്ടാ. നല്ല കാറ്റും മഴയൊക്കെ അല്ലേ. അപ്പോൾ അതേ ചക്ക എങ്ങനെയാണ് കാറ്റത്ത് 2-3 ഇടിഞ്ഞ് വീണു എന്ന് പറഞ്ഞിട്ട് ആൾ വിളിച്ച് തന്നതാട്ടാ. അമ്മ അതേ കയ്യോടെ അത് അപ്പം തന്നെ റെഡിയാക്കി എടുക്കാൻ കേട്ടാ. നാളെ വെക്കുള്ളൂ. ഇന്ന് അരിഞ്ഞ് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കും. വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ അതിനൊരു കനപ്പ് ടേസ്റ്റ് വരുന്നു പറഞ്ഞിട്ടാട്ടാ. പിന്നെ ഞാൻ എൻ്റേതായൊരു ഡ്യൂട്ടിക്ക് പോവാട്ടാ. ഒന്നല്ല, ചെമ്മീൻ ബിരിയാണിയാണേ. അപ്പോൾ അതേ ചെമ്മീനിൽ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അധികം മസാലയൊന്നുമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഗരം മസാലയും മാത്രമാട്ടാ. അങ്ങനെ ഞാൻ ചെമ്മീനിൽ മസാല തേച്ചിട്ട് കുറച്ച് നേരമായി. ഇനി അതിനെ ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ ആക്കി എടുക്കാൻ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിലാട്ടാ കൂടുതലും ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുക. വെളിച്ചെണ്ണയും അതേപോലെ തന്നെ കുറച്ച് നെയ്യ് കേട്ടോ. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണേ. നല്ല കളറും നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല മണമാണ് അല്ലേ. വീട്ടിലുണ്ടാക്കുന്ന നെയ്യെന്നല്ല, വീട്ടിലുണ്ടാക്കുന്ന എല്ലാ സാധനത്തിൻ്റെ ഒരു പ്രത്യേകം മണവും ടേസ്റ്റും രുചിയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇനി ഇതിലേക്കാണ് നമ്മൾ ചെമ്മീനിട്ട് ഫ്രൈ ആക്കാൻ പോകുന്നത് കേട്ടോ. ആ നെയ്യും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ എരിവ് കുറച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. മുളക് പൊടിക്ക് വരെ ഞാനിവിടെ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തത്. കാരണം കുട്ടികൾക്ക് എരിവ് അധികം ഇഷ്ടമില്ലാത്ത കാരണം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടാക്കാനും മറക്കരുതേ. അപ്പോൾ ചെമ്മീൻ ബിരിയാണിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ളത് അത് കണ്ടു നോക്കുക. അത് നമ്മൾ വലിയ എരി വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ബസ്മതി റൈസ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കുന്നത് ബസ്മതി റൈസ് വെച്ച് ചെയ്തേക്കുന്നതാണേ. ഇത് നമ്മുടെ ജീരകശാലയില്ലേ, അതുകൊണ്ടാണ്. ജീരകശാല ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ കുറച്ച് വ്യത്യാസമുണ്ട്, അതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ആ ചെമ്മീൻ അധികം ഓവറായിട്ട് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് പരിപാടി നമുക്കിതാ അരി വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിലല്ല വട്ടകയിലാണ് അരി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന വെള്ളം കണക്കിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതേപോലെ തന്നെ ഒരു കഷ്ണം പച്ചമുളക്, വേപ്പില, 2-3 ചുവന്നുള്ളിയല്ല വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 സ്പൂണ് പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ്. അരിയൊന്നും സൈഡിലൊന്നും ഒട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടാ. നമുക്ക് വേണമെന്ന് വെച്ചാൽ ലെമൺ ഇല്ലേ, ഒരു പകുതി ചെറുനാരങ്ങ, ചെറിയ നാരങ്ങ എന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് വന്നപ്പോൾ നമുക്ക് നമ്മൾ എന്തോരാണോ അരി എടുത്തേക്കുന്നത് ആ അരി മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കളറ് ഒരു യെല്ലോ ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് വെന്ത് വരട്ടെ, അതുവരെ മൂടി വയ്ക്കാം. ഇനി അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തൊരു പരിപാടി ചെയ്തെടുക്കാം. നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ആക്കിയില്ലേ, അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് സബോള വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ സബോളയും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് നമ്മളിതിനെ തുറന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. കണ്ട സബോള ഒരു നന്നായി വാടി വരണേ. പിന്നെ ഒന്നുകൂടി സബോള വാടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാട്ടാ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു റോസ് സ്മെല്ലൊന്ന് മാറി വരട്ടെ. ഇനി നമ്മുടെ സബോളയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരു ചെറിയ സ്പൂണ്, ഇപ്പോൾ ഓരോരുത്തരുടെ സ്പൂണ് വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഞാൻ ഇതേപോലത്തെ ഇതിലാണ് ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ ബിരിയാണി മസാലയും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. ഇനി കുറച്ച് കാശ്മീരി ചില്ലി ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം എരിവ് നന്നായിട്ട് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞ് വരണം കേട്ടോ.
അപ്പോൾ ദേ നമ്മളത് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ തക്കാളിയുടെ കഷ്ണങ്ങളൊന്നും അധികം വെന്ത് നിൽക്കില്ല. അപ്പോൾ ദേ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം വറ്റുന്നത് വരെ വേവാനായിട്ട് ഒന്നും കൂടി നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിനിടയിൽ നമ്മൾ നമ്മുടെ ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇനിതാ ഒന്നും കൂടി നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേ വീണ്ടും തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതേ അല്പം മല്ലിയില അരിഞ്ഞതാട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ പുതിനയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ, എൻ്റെ വീട്ടിലാണെന്ന് വെച്ചാൽ അമ്മയ്ക്കായാലും കുഞ്ഞാറ്റിനായാലും സുടുക്കൂനായാലും സുടുക്ക് പിന്നെയും കഴിക്കും. കുഞ്ഞാറ്റ അധികമൊന്നും കുഞ്ഞാറ്റിയും അമ്മയാണ് മല്ലിയിലയുടെ വിരോധികൾ കേട്ടോ. അതേപോലെ പുതിനയുടെ ഫ്ലേവറൊന്നും ഓവറായിട്ട് വരുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഇപ്പം കഴിക്കാൻ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന തരത്തിലല്ലേ നമ്മൾ ചെയ്യുള്ളൂ നമ്മുടെ വീട്ടിലാവുമ്പോൾ. പിന്നെ ഞാനിതിലേക്ക് വെള്ളത്തിന് പകരം ഉണ്ടല്ലോ, നേരത്തെ വെള്ളം ഒഴിച്ചില്ലേ, ഞാൻ ശരിക്കും നമ്മുടെ തൈരാട്ടോ ചേർത്ത് കൊടുക്കാറ്. തൈരില്ലാത്ത കാരണമാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ഒട്ടും എരിവ് അധികം നമ്മൾ എരിവ് ചേർത്തിട്ടില്ലല്ലോ, കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ നമ്മൾ റോസ്റ്റാക്കി വെച്ചിരുന്ന ചെമ്മീനും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. 2-3 മിനിറ്റ് ആ മസാലയൊക്കെ ചെമ്മീൻ്റെ പിടിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി മിക്സാക്കുന്നുണ്ട് കേട്ടോ. ആഹാ, അടപ്പ് തുറക്കുമ്പോൾ നല്ല സൂപ്പർ സ്മെല്ലാട്ടോ നമ്മുടെ മൂക്കിലേക്ക് അടിച്ച് കാണുന്നത്. ആ ചെമ്മീനിൻ്റെയും മസാലയുടെ ഒക്കെ ഒരു പ്രത്യേക സ്മെല്ലാട്ടാ, നെയ്യും കൂടി ഒഴിച്ചേക്കുന്ന കാരണം. അപ്പം വേണമെങ്കിൽ ഒരു നുള്ളും കൂടി നമുക്ക് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ നമ്മുടെ ചെമ്മീൻ്റെ പരിപാടി കഴിഞ്ഞു. നമ്മൾ സ്റ്റവ് ഓഫ് ആക്കാൻ പോവാം കേട്ടോ. അതിനിടയിൽ നമ്മുടെ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ലാണ്ടാട്ടാ, കണ്ട ഒട്ടും തന്നെ വെള്ളമില്ലാതെ നല്ല കറക്റ്റായിട്ട് റൈസ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ദമ്മിട്ട് കൊടുക്കണം. അപ്പോൾ ദമ്മിടാനുള്ള എല്ലാവരും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ റൈസ് ആട്ടാ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും റോസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ കുറച്ച് മല്ലിയില അരിഞ്ഞതും അതിൻ്റെ മേളിലേക്ക് ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് നെയ്യും കൂടി അതിൻ്റെ മേളിലേക്ക് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ എസൻസ് ഇല്ലേ, അത് നമ്മൾ റൈസ് വേവിക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നും കൂടി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 2 തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നെയ്യ്, ഇനി നമ്മുടെ മസാല, ചെമ്മീൻ്റെ മസാല ചേർത്ത് കൊടുക്കാം. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു കേട്ടോ രാത്രിയിലേക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതായി കുറച്ചേ ആക്കിയിട്ടുള്ളൂ കേട്ടോ. മസാല ഒരല്പം കുറഞ്ഞു പോയി കുറച്ചാക്കി കാരണം. ഇനിയിപ്പോൾ രണ്ടാമത്തെ ലെയർ ഇടാൻ പോവാണ്. മസാല ചേർത്തതിന് ശേഷം വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിൽ റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തില്ലേ റൈസ് ചേർക്കുക, പിന്നെ നട്ട്സൊക്കെ ചേർത്ത് ഫസ്റ്റ് ലെയർ നമ്മൾ എങ്ങനെ ഇതാക്കിയ അതേപോലെ തന്നെ സെക്കൻഡ് ലെയർ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സെക്കൻഡ് ലെയറിൽ നമ്മൾ മൊത്തത്തിൽ ചെമ്മീൻ റോസ്റ്റിൻ്റെ എല്ലാനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് വീണ്ടും നമ്മൾ ഏറ്റവും ടോപ്പിൽ റൈസ് ഇട്ട് കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ നട്ട്സ് ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ഒരാൾ കണ്ട
അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ കഴിക്കാറില്ല കേട്ടോ വറുത്തത്. ഇന്നിപ്പോൾ അതാ അമ്മ വേണം എന്ന് പറഞ്ഞ് പിന്നാലെ നിന്നുകൊണ്ടിരിക്കാം. ഇനി ഇതേ കുറച്ച് മല്ലിയില, അതേപോലെ തന്നെ നെയ്യും കൂടി ചേർത്തിട്ട് നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ദമ്മിടാം. കറക്റ്റായിട്ട് ദമ്മൊന്നും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല, വെറുതെ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് ദം ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇതാ നമ്മളൊക്കെ അറിയാവുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേ ഇത് ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന മണ്ണിൻ്റെ ഒരു ചപ്പാത്തി പലകയല്ല, ചപ്പാത്തിയുടെ ഒരു പാനാട്ടോ. അതിൻ്റെ ഗ്യാസ് സ്റ്റവ് വെച്ചിട്ട് അതിൻ്റെ മേളിലായിട്ടാണ് നമ്മൾ ഇത് വെക്കുന്നത്. ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഇതിനെ ആയോന്ന് അറിയാനായിട്ട് ഈ സൈഡിൽ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ തൊട്ട് വെക്കുമ്പോൾ നല്ല ചൂടൊക്കെ ഉണ്ടാവേ. പിന്നെ ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ആവിയൊക്കെ പോകുന്ന കാണാം കേട്ടോ. ഇപ്പം ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, നല്ല മണമാണ് കേട്ടോ. അപ്പം ഇത് അധികം ചൂടൊന്നും വന്നിട്ടില്ല. അതിന് മുന്നേ ഇവിടെ ക്ഷമയില്ല, രണ്ടാൾക്കും ഉറക്കം വരുന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാരണം തന്നെ ഞാൻ വേഗം തന്നെ ഇതാക്കി എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമുക്കിത് വിളമ്പാം. സർലാസും അച്ചാറൊക്കെ കൂട്ടി ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആട്ടാ. ചെമ്മീൻ ബിരിയാണി കഴിക്കാത്തവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണോ നമ്മൾ ഇതേപോലെ വീട്ടിലുണ്ടാക്കുന്നതാണോ ടേസ്റ്റ് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.